എല്ലാ മാതാപിതാക്കളും ഇതൊന്ന് കേട്ടുവെക്കണേ. എനിക്ക് 6 വയസ്സ് പ്രായമുള്ളപ്പോ എന്റെ വാപ്പ എന്നോട് വന്നിട്ട് പറഞ്ഞു, മോനെ അബ്ദുള്ള, നിനക്ക് ഞാനൊരു ദിക്ർ പഠിപ്പിച്ചു തരാം. ആ ദിക്ർ നീ മുടങ്ങാതെ ചൊല്ലണേ അബ്ദുള്ള. മഹാനായ അബ്ദുല്ലാഹിബ്നു സൈദ് റളിയല്ലാഹു അൻഹു പറയാ, 6 വയസ്സ് പ്രായമുള്ളപ്പോ പ്രവാസികളായ മാതാപിതാക്കൾ, നിങ്ങളുടെ മക്കൾ നാട്ടിലാണെങ്കിൽ ഈ വയല് കഴിഞ്ഞാൽ ഇന്ന് രാത്രി തന്നെ ഫോൺ വിളിച്ചിട്ട് ഉമ്മയോട് പറയണം, മക്കളെ കൊണ്ട് ഈ ദിക്ർ മുടങ്ങാതെ പഠിപ്പിച്ചു കൊടുക്കണേ. എന്നെ കേൾക്കാനെത്തിയ പ്രവാസിയുടെ ഭാര്യമാര്, നിങ്ങളുടെ മക്കളെ മുടങ്ങാതെ ഈ ദിക്ർ നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണേ. എന്റെ വാപ്പ 6 വയസ്സ് പ്രായമുള്ളപ്പോ എന്നോട് പറഞ്ഞു, മോനെ അബ്ദുള്ള, ഈ ദിക്ർ നീ മുടങ്ങാതെ ചൊല്ലിക്കൊണ്ടിരിക്കണേ. ഞാൻ 2 വർഷക്കാലം ആ ദിക്ർ മുടങ്ങാതെ ചൊല്ലി. എന്നിട്ട് അദ്ദേഹം പറയാ, 2 വർഷക്കാലം എന്റെ വാപ്പ എനിക്ക് പഠിപ്പിച്ചതെന്ന മരുന്ന് ഉപയോഗിച്ചപ്പോ കൽബി നൂറാ, എന്റെ ഹൃദയത്തിന് പ്രകാശമുണ്ടായി. മാതാപിതാക്കളാണ് ഹൃദയത്തിന് മരുന്ന് പഠിപ്പിച്ചു കൊടുത്തത്. കാസർഗോഡ് പൃഥ്വിരാജിന്റെ കൂടെ ഫോട്ടോ എടുത്ത പെൺകുട്ടികൾ എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടില്ല. ആ ഭാഗത്ത് കണ്ട കണ്ണാടി വെച്ച വാതക്കം ബാധിച്ച ഉമ്മയാണെന്നെ അത്ഭുതപ്പെടുത്തിയത്. ഉമ്മ പോലും മാറി നിന്നില്ലല്ലോ. ഒരു തെറ്റ് ചെയ്താൽ മക്കളെ ഇത് തെറ്റാണ്, ഇത് ഇബ്ലീസിന്റെ വഴിയാണ് എന്ന് പണ്ട് നാടൻ ഭാഷയിൽ പഠിപ്പിച്ചതെന്ന വാതക്കത്തെപ്പോലും പിശാചുക്കൾ പിടിച്ചു വരിഞ്ഞു കെട്ടുമ്പോ ഇനി എവിടേക്കാണ് തസ്കിയത്തിന്റെ പാദമടങ്ങിപ്പോവുക? എന്റെ വാപ്പയാണ് എനിക്ക് പഠിപ്പിച്ചു തന്നത്. ആ ദിക്ർ ഞാൻ ചൊല്ലിയപ്പോ 2 വർഷം കഴിഞ്ഞപ്പോ എന്റെ ഹൃദയത്തിന് പ്രകാശമായി. 8 വയസ്സ് വരെ ഞാൻ ആ ദിക്ർ ചൊല്ലി. അത് കഴിഞ്ഞ് വീണ്ടും 2 വർഷം കൂടി 10 വയസ്സ് വരുന്നത് വരെ ആ ദിക്ർ ഞാൻ ചൊല്ലിയപ്പോ എന്റെ ആത്മാവിന് പ്രകാശമായി. എന്നെ കേൾക്കുന്ന പ്രവാസികളെ, 4 വർഷക്കാലം തുടർച്ചയായി ചെയ്തപ്പോ ഒരു പിഞ്ചു ബാല്യത്തിന്റെ ഹൃദയത്തിനും ആത്മാവിനും വെളിച്ചം നൽകിയത് മാതാപിതാക്കൾ പഠിപ്പിച്ചു കൊടുത്ത ദിക്റാണ്. ആ ദിക്റിലൂടെയാണ് നമ്മൾ വളർന്നു വന്നത്. നമ്മളൊക്കെ സന്ധ്യാസമയത്ത് പഠിപ്പിച്ചു തന്ന അതൽ യാ റബ്ബി സല്ലി അലൻ നബി മുഹമ്മദ് മുൻജിൽ ഖലായിക് മിൻ ജഹന്നമ ഫീ ഗദി അദല്ലദി ഖുലിഅത അലൈഹി മലാബിസു വനഫായിസു ഫനലിറു ലാ യൂജദു. ഗുണമേന്മയും റബ്ബിന്റെ തൃപ്തിക്കുടമയും മുഖചന്തവും സകലത്തിലും തനിച്ചോരിതാ. ബുശ്റാലി ഉമ്മതിഹി ബിറുയതി വജിഹിഹി ഹാദാ ഹുവൽ ജാഹുൽ അലീം അസിയദു യാ റബ്ബി സല്ലി. ഇങ്ങനെ ഉമ്മയും വാപ്പയും ഇരതെ പഠിപ്പിച്ചു തന്ന സന്ധ്യാസമയങ്ങൾ എവിടെ? അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. 6ാമത്തെ വയസ്സിൽ വാപ്പ പഠിപ്പിച്ചു കൊടുത്തു. 8 വയസ്സായപ്പോ മോന്റെ ഹൃദയത്തില് കാഴ്ചയുണ്ടായി. ഏതാ ദിക്ർ? റങ്ങാതിരിയാൻ പറഞ്ഞുതരാം. മക്കളെ പഠിപ്പിക്കണമെന്ന് വെറുതെ പറഞ്ഞിട്ട് പോകാനല്ല. ഏതാ ദിക്ർ? ആ ദിക്ർ നിങ്ങൾ തങ്ങന്മാർക്കും മൂല്യാക്കന്മാർക്കും കൈമടക്ക് കിട്ടാനുള്ള ഉപജീവന മാർഗമാണെന്ന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ ആ ദിക്റിന്റെ മജ്‌ലിസിൽ നിന്ന് മനുഷ്യരെ മാറ്റിക്കളഞ്ഞു. അബ്ദുല്ലാഹിബ്നു സൈദ് റളിയല്ലാഹു അൻഹു പറയാ, 2 വർഷം നിരന്തരമായി ചൊല്ലിയപ്പോ എന്റെ ഹൃദയത്തിന് കാഴ്ചശക്തി കിട്ടിയത് ദിക്റിലൂടെയാണ്. ആ ദിക്റാണ് മോനെ അബ്ദുള്ള നീ ചൊല്ലിക്കൊള്ളണേ. അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മടി. മനസ്സിലായ? ചൊല്ല്. അല്ലാഹു ഹാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മണി. ഇതൊന്ന് പഠിപ്പിച്ചു കൊടുക്കണ്ടേ മോനെ അബ്ദുള്ള? അല്ലാഹു ഹാദിരി, ഏത് കാര്യം ചെയ്താലും അല്ലാഹു നമ്മുടെ മുമ്പിൽ ഹാജരാണ്. അല്ലാഹു നാദിരി,
അബ്ദുള്ള മോനെ, നമ്മൾ എന്ത് ചെയ്താലും അള്ളാഹു നമ്മളെ നോക്കുന്നുണ്ട് കേട്ടോ. അള്ളാഹു ഷാഹിദി മോനെ, നമ്മൾ എന്ത് ചെയ്താലും അള്ളാഹു അതിന് സാക്ഷിയാണ്. എവിടെയാണ് അള്ള എന്നറിയോ? അള്ളാഹു മഈ, അള്ളാഹു നമ്മുടെ കൂടെ തന്നെയുണ്ട് മോനെ അബ്ദുള്ള. 6ാമത്തെ വയസ്സിൽ എന്റെ വാപ്പ എനിക്ക് ഈ മരുന്ന് കുത്തിവെച്ചിരുന്നു. 2 വർഷം കഴിഞ്ഞപ്പോ എന്റെ ഹൃദയത്തിന് പ്രകാശമുണ്ടായി. ആ ഹൃദയത്തിന് പ്രകാശമുണ്ടായാൽ കല്യാണ വീട്ടിലും മാരം വരുന്നതിന് മുമ്പ് വാപ്പാന്റെ മുഖത്ത് കരിവേച്ചിട്ട് മോളിറങ്ങി പോവില്ല. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. ഈ ദിക്റിന്റെ ഇതാണ് ഹൃദയത്തിന്റെ കാഴ്ചയുടെ പാത. ഞാനത് മാത്രമേ ഇന്ന് നാളും പറയുന്നുള്ളൂ, വേറൊന്നും പറയുന്നില്ല. ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ മക്കളെ കൊണ്ട് പറയിപ്പിക്കണം. പറയിപ്പിക്കുമോ? ഊരുണ്ട് ഇൻഷാ അല്ലാഹ് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ എന്റെ മക്കളല്ല നന്നാവുക. അല്ല, നിങ്ങൾ ഇൻഷാ അല്ലാഹ് പറഞ്ഞ പറപ്പിച്ച എന്റെ മക്കളല്ല സാരിയങ്ങളാവുക. അവനാന്റെ മക്കളാണ്. വെറുതെ ഞാൻ അവിടെ നിന്ന് ഇവിടം വരെ വന്നു പ്രസംഗിച്ചു പോയി എന്നല്ല, പോയി കഴിയുമ്പോൾ അപ്പൊ 4ാം വർഷത്തെ പ്രഭാഷണം മഷൂദ് സാഹിബ് എപ്പോഴെന്നോട് ഉസ്താദിന്റെ വാള് മാത്രമേ കേൾക്കുള്ളൂ. കേട്ട എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പ്രയോജനം ഉണ്ടാവും. അള്ളാഹു പ്രയോജനം നിലനിർത്തി തരട്ടെ.